ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് റെയിൽവേ ഗുമിത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് എവിടെയാ? പെട്രോൾ പമ്പിന്റെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഗൈസ് നോക്കൂ, അതായത് ബീഹാറിലാണ് നമ്മളുള്ളത്. യെസ്, അങ്ങനെ നമ്മൾ നമ്മുടെ സിലിഗുരി യാത്ര തുടങ്ങിയാണ്. യെസ്, ഇനി ഇവിടുന്ന് 300 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത് 4 ലൈൻ മാത്രമേ ഉള്ളൂ സിലിഗുരിക്ക്. യെസ് ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ സിലിഗുരിക്കുള്ള നമ്മുടെ ഇന്നത്തെ പരിപാടി അങ്ങനെ നടത്താൻ പോവാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടുന്ന് കുളിച്ചു, ഭക്ഷണം വെച്ചു, പാചകം ചെയ്തു, ഇന്നും കഴിച്ചു, പിന്നെ വണ്ടി കഴുകി, തുണി അലക്കി, എല്ലാ പരിപാടിയും കഴിച്ചു. കാരണം ഇതൊരു പുതിയ പമ്പായിരുന്നു. ഇവിടുത്തെ മാനേജ്മെന്റ് ഭയങ്കര സഹകരണമായിരുന്നു. പുതിയ പമ്പായതുകൊണ്ട് പുതിയ ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഇവിടെ ഇട്ടു. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് നമ്മുടെ യാത്ര തുടങ്ങാം കേട്ടോ. ഗൈസ് 31 ഡിഗ്രി, ഇത് നോക്കിയ ഫീൽ ആയിക്കിയ 33 ഡിഗ്രി. അതായത് ഗൾഫത്തെ ചൂടല്ലേ? UV 6ആണ്. അപ്പം ഇവിടെ പന വളർന്നതിന്റെ കാര്യം മനസ്സിലായോ? ഇവിടെ ചൂടുള്ള കാരണം ഒരു സ്ഥലത്ത് ഇവിടെ ചൂട്, ഒരു സ്ഥലത്ത് ഇവിടെ വെള്ളപ്പൊക്കം, അല്ലെ? രണ്ട് കാലാവസ്ഥ സ്റ്റേറ്റില്. ഈ രീതിയിലുള്ള ചൂടും ഈ രീതിയിലുള്ള ഹ്യൂമിഡിറ്റിയാണ് AC പോലും നടക്കുന്നത്. ഇല്ല, ബസ് ഭയങ്കര മോശം. കൈകാവണ്ടി പോയപ്പോ അതിനാണ് അവിടെ ഒരു ചെറിയ ഇതുപോലെ വന്നേക്കുന്നത്, വര പോലെ. ലിബി ഇവിടെ അടിച്ചാടാ, അവിടെ അടിച്ചാടാ ലിബിയ. ചൂടെന്നൊക്കെ പറഞ്ഞാണല്ലോ സഹിക്കാൻ പറ്റുന്നുണ്ടോ? പകുതി വണ്ടിയും ടയർ പൊട്ടി വഴിക്കാം, കാരണം അത്ര ചൂടാ. ഈ സമയത്ത് വണ്ടി പരമാവധി പയ്യെ ഓടിക്കണം. ഇത്ര ചൂടുള്ള സമയത്ത് സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ടയർ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ എന്നതായിരുന്നു അവസ്ഥ? എന്റെ കിടക്കാൻ പറ്റുന്നില്ല, നമ്മൊരു ചൂടായിരുന്നു. അത് ഈ സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടായിരുന്നു കേട്ടോ. ബീഹാർ കഴിഞ്ഞാ പിന്നെ നിങ്ങളുടെ സൂത്രം കാണിച്ചതാ. നമ്മള് ബീഹാറിൽ മാത്രമുള്ള പ്രത്യേക നമ്പർ പ്ലേറ്റാ. അതായത് നമ്മള് കണ്ടിരിക്കുന്ന വൈറ്റ്, യെല്ലോ, ഗ്രീന്, റെഡ്, പിന്നെ മറ്റേ റെന്റേക്കാരന്റെ ഇവിടെ ഒരു പ്രത്യേകമാണ്. പോലീസിന് പ്രത്യേക നമ്പർ പ്ലേറ്റ് ആട്ടോ. അത് പോലീസിന്റെ വണ്ടിക്ക് ഒറിജിനലിന് മാത്രമുണ്ട് പ്രത്യേക നമ്പർ പ്ലേറ്റ്. പിന്നെ ഇവരെ സ്വകാര്യ വാഹനത്തിന്റെ അത് ഇല്ലീഗലായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അല്ലേ? നമുക്ക് ഈ ബീഹാർ വരെ ഉള്ള ഇതാണ്. കൊടിയ ചൂട്. സിലിഗുരി മുതൽ അങ്ങോട്ടുണ്ടല്ലോ നല്ല തണുപ്പായിരിക്കും കേട്ടോ, ഡാർജിലിംഗ് ഒക്കെ. നമുക്കൊക്കെ ഈ ചൂട് നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റില്ല. ആൾക്കാരില്ലേ, അവർക്ക് പറ്റൂല, ഒരിക്കലും പറ്റത്തില്ല. റോഡിന്റെ സൈഡൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ ആൾക്കാര് പിന്നെ വീടുകള്, പിന്നെ അതുപോലെ അവിടെ കൃഷി ആവശ്യങ്ങൾ, അതായത് എന്താ പറയാ, അവിടെ ധാന്യേന്ദ്രങ്ങളൊക്കെ ഉണക്കാടുക, പശുവിനെ കെട്ടുക, ഇങ്ങനെയൊക്കെയാണ് ബീഹാറിന്റെ ചില ഭാഗങ്ങളിലേക്ക്. ഇതുണ്ടോ റോഡ് ഏകദേശം പൂർണ്ണമായിട്ട് അവർ കയ്യേറി. കാരണം ആകെ 2 വരിപ്പാതയേ ഉള്ളൂ. ആ 2 വരിപ്പാതയില് പകുതി ഒരു കയ്യേറി. പോലീസ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കാരണം ഇത് ആരും ഇതിനെ എതിർത്തൊന്നും സംസാരിക്കൊന്നുമില്ല ഇവിടെ. പിന്നെ അതേപോലെ തന്നെ നേരത്തെ തന്നെ ഹൈവേയില് നടുഭാഗം മൊത്തം പശുവിന്റെ കന്നാലിത്തൊഴുത്ത്. 100% ആൾക്കാർ ഇവിടെ പാവപ്പെട്ട ആൾക്കാരാണ്. 10% മാത്രം മിച്ചുള്ളൂ. ഇവിടെ മിഡിൽ ക്ലാസ് ഇല്ല, ഓരോ മിച്ച്. റോഡിന്റെ 2 സൈഡിലും മുളകൾ പോലുള്ള ഇതുണ്ടോ, ഇതുപോലെ എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുമുളകൾ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വീടുകളാണ്. ഇത് മുളയല്ല, ഇത് എന്താന്ന് പറയാൻ പറ്റുമോ? എന്താ ഇത്? കരിമ്പായത്, കരിമ്പിൻ ചട്ടികളായത്, ചണ്ടി അതിന്റെ. ഈ വീടുകളെല്ലാം അതേപോലെ കേട്ടോ. ഒരു കോമ്പൗണ്ടിനകത്ത് 2-3 വീടുകളുണ്ട്. നോക്കി അങ്ങോട്ട് നോക്കി എത്ര വീടാണ് കിടക്കണേന്ന്. ഇതൊക്കെ ഇവരുടെ സ്വന്തം ലാൻഡാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതിലേക്ക് തൊട്ടിപ്പം കണ്ട ഈ പോകുന്ന വഴിക്കെല്ലാം
എല്ലാം ഇതേപോലുള്ള വീടുകളും സംവിധാനങ്ങളൊക്കെയാണ്. നമ്മൾ കുറേ നേരമായിട്ട് ഇതേപോലുള്ള സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുന്നു. എല്ലാവരുടെ സ്മാർട്ട് ഫോൺ ഉണ്ട്, എല്ലാവരുടെ ഉണ്ട്. ഇതേപോലത്തെ നമുക്ക് പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മളൊരു സാമ്പിളായിട്ടാണ് നിങ്ങളിപ്പോൾ ഇത് കാണിച്ചത്. നമ്മളിനി ഞങ്ങളിപ്പോൾ തിരി കൊളുത്തിയതേ ഉള്ളൂ അല്ലേ, പൊട്ടണ്ടേ? അതെ ഗൈസ്, ഇതുണ്ടോ? എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 50 കിലോമീറ്റർ മൊത്തം ഇങ്ങനെയുള്ള വീടുകളും സംവിധാനങ്ങളുമായിരുന്നു. ഗൈസ് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. 33 ഡിഗ്രി ആയി ഇപ്പം ചൂട്. ഇനി കുറച്ച് കഴിയുമ്പോൾ അത് കൂടും. ഈ റോട്ടിന്റെ കൂടെ ചൂടാകുമ്പോൾ 40 ഡിഗ്രി ആവും. എന്താ പൊള്ളലെന്നറിയാമോ? മൈക്കിൾ കാണുന്നുണ്ട് എന്നറിയാമോ? ഈ റോട്ടോട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അവൻ നന്നായിട്ട് തളച്ചോട്ടെങ്ങനെ കാലാവസ്ഥ ഭയങ്കര ചൂടില്ലേ? ഇങ്ങോട്ട് വന്നിട്ട് മൈക്കിൾ പരാതി പറയുന്ന വഴിക്ക് നടത്തിച്ചെന്ന്, കൊച്ചിനെ നടത്തിച്ചെന്ന് കൊച്ചിയോടൊന്ന് പറഞ്ഞവര് ആകെ കാണിച്ച് ഇവന്റെ അടുത്ത് ഇനി ഒരു ഉടായിപ്പ് നടക്കൂല. കാല് കാണിച്ചു കൊടുക്കുക. എന്താ പൊന്നെ, മടുപ്പോയി. എന്താ പൊന്നെ, ഇനി നിന്നെ പുറത്തിറക്കൂല. കൈയൊക്കെ കാണിക്കുന്ന പറഞ്ഞിട്ടാ ഞാൻ ഇറക്കിയ. അവനിപ്പോ ലാസ്റ്റ് നമ്മുടെ തലക്കിട്ട് എടുത്ത് അപ്പൂപ്പന് വയ്യ. നൈസായിട്ട് കൊച്ചു പാല് കുടിക്കാൻ, ഞാൻ എന്റെ പാലും കുടിക്കാം. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മള് അവിടുന്ന് വാഹനം എടുത്ത് നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ കഠിനമായ ചൂട് എന്നുള്ളത് ഞാൻ പൊതുവെ ലോറി കിടക്കുന്നത് എന്താ പറ്റിയതാ? താഴെപ്പോയി. എന്തോ ഇങ്ങനെ അടുത്ത ട്രെൻഡ് നമ്മുടെ കേരളത്തിൽ വരാൻ വേണ്ടി ട്രെൻഡ് വന്നു കഴിഞ്ഞു. ഗൈസ്, അതായത് നമ്മൾ കുറച്ച് ഫ്രണ്ട് വന്ന് വണ്ടി നിർത്തി. വണ്ടി കുറച്ച് അല്ലറ ചില്ലറ ഇലക്ട്രിക്കൽ പരിപാടി ഉണ്ട്, അത് തീർക്കാൻ വേണ്ടിയാണ്. ഇവരൊക്കെ വണ്ടികൾ പണിയ സ്ഥലമാണ്. ഇതുണ്ടോ പയ്യന്മാരൊക്കെ വണ്ടിക്കുള്ളിൽ കയറ്റണം. ഗരമായേगा वो मेन वायर गर्म आएगा. क्या करेगा? इसको लगाए थे कहाँ? इधर वही अपने पास नहीं है, वो इधर से झारखंड में गाइस फाइनली 1000 രൂപയാണ് കേട്ടോ. ഒരെണ്ണത്തിന് 500 രൂപ. 1500 മറ്റൊരു അത്ര ക്വാളിറ്റി കാണുന്നില്ല. പുതിയ സാധനം, മറ്റേ ഉപയോഗിച്ച മോട്ടറിനകത്ത് അടിക്കുന്നത്. ഇതും അത് തന്നെയാടാ. ഇത് 12 അവനെടുത്തോണ്ട് വരുന്നുണ്ടോ? ഈ കടയിൽ ഇല്ലാത്ത സാധനങ്ങൾ വല്ലതും ഉണ്ടെന്നേക്ക്, ലൈറ്റ്, സ്പീക്കറുകൾ, ഒരു ചെറിയ പെട്ടിക്കട പോലെ സംവിധാനം കേട്ടോ. കൈസ് ഇവിടെ അത്യാവശ്യം സാധനങ്ങളുണ്ട് കേട്ടോ. കൂളർ, അതുപോലെ ചവിട്ടി മേടിക്കാം, സ്പീക്കർ, അതുപോലെ സാധനങ്ങൾ, മാറ്റ്, കൂളർ. ഒരു വണ്ടിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം ചെറിയ കടയിനകത്ത് ഉണ്ടാവും. നമ്മൾ പിന്നെ ഓൾറെഡി എല്ലാം മാറ്റിയതായതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് തന്നെ ഒരു വയറ് കട്ടായിപ്പോയിട്ടുണ്ട്. അവിടെ നോക്കാൻ ദിവചാൻ എടുത്തിട്ടില്ല. ദിവചാന്റെ ഫ്രണ്ടിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമല്ല. ഇനി അടിച്ചുവാരൊന്നും വേണ്ടല്ലോ. വേണ്ട, ഇനി ഒരു സാധനം വേണ്ട. ലൈറ്റ് ഒന്നും വേണ്ടല്ലോ. വേണ്ട. സ്പീക്കർ വേണം, JBL ചാത്തനുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ബോലോ നമുക്ക് ബോലോ മനീഷ് കുമാർ. കണ്ടതിൽ ഒരു 5 രൂപ കുറച്ച് തന്നാൽ മതിയായിരുന്നല്ലടാ. അതായത് ഊര് നോക്കിയപ്പം നമ്മുടെ വണ്ടിയുടെ കംപ്രസർ ഇരിക്കുന്ന ബെൽഡിംഗ് സെറ്റ് ഫുള്ള് പൊട്ടിയായിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ 2 ഫാൻ മേടിച്ച് വെച്ചു. അതായത് ആ സാധനം നോക്കിയില്ലായിരുന്നു. ഇപ്പം ബെൽറ്റ് മാറ്റേണ്ട വന്നേനെ. 2 മീറ്റർ വയറിന് 1500 പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി. ലാസ്റ്റ് എന്നാലും അവർക്ക് തന്നെ ലാഭം 750 രൂപയ്ക്ക് മേടിച്ചു. 2 മീറ്ററിന് 10 മീറ്റർ വയറാ. 10 ഇല്ല. സൈഡ് ചെറിയ, നമ്മുടെ നാട്ടിൽ അതിനൊരു പാക്കറ്റിന് എത്ര 750 രൂപ കാണും. എന്നെ ചോദിച്ചേട്ടാ. ഫൈനലി എന്തായാലും ഈ സിലിഗുരി, അങ്ങ് ഡാർജിലിംഗ്, അതുപോലെ സിക്കിം, ഈ സ്ഥലങ്ങളൊക്കെ പോകാൻ നേരത്ത് നമ്മൾ വണ്ടി നേരത്തെ ചെക്ക് ചെയ്തിട്ട് പോകണം. ഇനി നമുക്ക് ഏക ഓപ്ഷൻ സിലിഗുരിയാണ്. അപ്പൊ നോക്കി എന്തായാലും നന്നായി. ബെൽറ്റ് മാത്രമല്ല, നമ്മുടെ എഞ്ചിൻ സൈഡും എല്ലാ സൈഡും ഒന്ന് ബ്രേക്ക്, അതുപോലെ 4 വീലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് മേലോട്ട് കയറിപ്പോ. അതായിരിക്കും നല്ലത്. നമ്മൾ അന്ന് ചെയ്തില്ലേ അവസാനമായിട്ട് ചെക്ക് ചെയ്തേ, എന്നിട്ടാണല്ലോ മേളിൽ പോയിട്ട് എഞ്ചിൻ പോയെ. അപ്പൊ എന്റെ മനസ്സ് പറയുന്നത് ചെക്ക് ചെയ്യാതെ അങ്ങ് പോകുന്നത് നല്ലതെന്നുണ്ട്. 150 കിലോമീറ്റർ കഴിഞ്ഞ് നമുക്ക് ബീഹാർ എക്സിറ്റ് കിട്ടി വെസ്റ്റ് ബംഗാളിലേക്ക് എത്തും. ഇത് കണ്ടോ, ഈ കാണുന്ന ഈ ഒരു റോട്ടിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. രാവിലെ മുതൽ നമ്മൾ വണ്ടി ഓടിക്കുന്നതാണ്. എന്താ പറയുക, കനത്ത ചൂടും കനത്ത ബഹളവും സംഭവം എല്ലാം ആയതുകൊണ്ട് വണ്ടി നീങ്ങിയില്ല. പിന്നെ ചൂട് മാത്രല്ല, നമുക്കിപ്പോ അപ്പൊ അവിടെ ഒരു 4 മണിക്കൂർ പോയാ 4 മണിക്കൂറെങ്കിൽ അവിടെ പോയല്ലോ. ഇനി 4 മണിക്കൂർ ഇതും കൂടെ കൂടിയിട്ട് വേണം നമുക്ക് ഓടിക്ക് പിടിച്ചിട്ട് ഇനി വെസ്റ്റ് ബംഗാളിൽ എത്താൻ വേണ്ടി. വെസ്റ്റ് ബംഗാൾ വേറെ പ്രശ്നമുണ്ട്, നൈറ്റ് ആയി കഴിഞ്ഞാൽ വെള്ളം കിട്ടിയ ആൾക്കാരില്ല അവിടെ. തവിട്ടോ നീലയാണ്. ഗൈസ് ഫൈനലി ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിലേക്ക് വണ്ടി നീക്കുകയാണ്. കാരണം വേറൊന്നുമല്ല,
കാരണം മൈക്കിളിന്റെ മുടി വെട്ടിച്ചു, കുളിക്കണം. മൈക്കിളിനെ കുളിപ്പിച്ചില്ലേ വണ്ടി മൊത്തം മുടിയാവും, പിന്നെ അവനൊരു അസ്വസ്ഥയാവും. ഷോ മൈക്കിളിന്റെ കുളി പറഞ്ഞു നല്ല പമ്പാണല്ലോ. ഈ പമ്പ് നമ്മൾ കിടന്നിട്ടുണ്ടോ? ഗായ്സ്, ഈ ഫ്രണ്ടിലെ വണ്ടി ഉണ്ടോ ടയർ കെട്ടി വെച്ചാക്കുന്നത്? ചില ബീഹാർ UP വണ്ടികൾ കൊണ്ടോ. ഇത് കണ്ടോ കൊല വിൽക്കാൻ വേണ്ടി. ആഹാ, വാഴക്കൃഷി കേട്ടോ. അവരുടെ വിള, അതായത് കൊല വണ്ടി വരാൻ വേണ്ടി നോക്കി നിൽക്കുക വിൽക്കാൻ വേണ്ടി. പിന്നെ ഇത് കണ്ടോ, ചെറുത് കണ്ടോ, ഇങ്ങനെ ചെറുതാണോ മറ്റേതാണോ? അല്ല, ഇത് പച്ചപ്പഴം. പച്ചപ്പഴം ഇത് ഇങ്ങോട്ട് നോക്കിയാൽ ഇതുണ്ട്, ഈ സൈഡിലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് വിൽക്കാൻ വെച്ചേക്കുന്നത്. വണ്ടി വന്നിട്ടുണ്ട്, അവര് തൂക്കി എടുത്തിട്ട് പോക്കോളൂ. അത് നോക്കിയാണ് ഇവര് നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഓരോരുത്തരെ കൊല വെട്ടി നിൽക്കും. എല്ലാരും ഒരുമിച്ച് വിളവെടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ കൊലയ്ക്കും വ്യത്യാസമുണ്ട്. ഇവിടുത്തെ കൊല എന്ന് വെച്ചാൽ നല്ല ഉണങ്ങിയിരിക്കുന്നത്, അതിന് വലിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. പുള്ളിയാണ് ഇവിടുത്തെ സ്പൈഡർമാൻ, സൂപ്പർമാൻ. അതാ പറഞ്ഞേ, അതിന്റെ മേളിലെ പുള്ളിക്കാരൻ. എവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ചൂട് കാരണം ആൾക്കാർ മേളിൽ കയറിയിരിക്കുന്ന. നമ്മളങ്ങനെ ഫൈനലി ഒരു ടോളിൽ എത്തി കേട്ടോ. തൊട്ട് ഫ്രണ്ടിൽ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. സ്കോർപ്പിയോയുടെ സംസ്ഥാന സമ്മേളനം, അല്ല പൊളിറ്റിക്കൽ മീറ്റിംഗ്. ഇങ്ങോട്ട് സ്കോർപ്പിയോയുടെ 1 2 3 4 പുതിയ ബ്ലാക്ക്. ഇവരെ നമ്മുടെ നാട്ടില് ഫോർച്യൂണറും മറ്റേ ഇതും എടുക്കുന്ന പോലെ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഫോർച്യൂണർ ഉണ്ടല്ലോ, അവൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ വണ്ടി ഉള്ളവർ ഇവിടെ രാജാവാ. എന്തോരം വണ്ടിയാന്ന് നോക്കി. അവിടെ എന്തോ വലിയ ഫംഗ്ഷൻ ആട്ടോ, ബ്ലോക്കായി. എവിടെ എല്ലാ മീറ്റിങ്ങിനും ഒരു DJയുടെ ഒരു സിസ്റ്റം കാണും. നോക്കിയേ, ഒരു വണ്ടി DJ പാർട്ടി മീറ്റിംഗ് ആട്ടോ. ഏത് പാർട്ടിയാ? വമ്പം പരിപാടിയാടാ. ഏതോ വലിയ ആള് വന്നിട്ടുണ്ട്. ഏതോ വലിയ ആള് പ്രസംഗിക്കും കേട്ടോ. ഏതോ വലിയ ആള് കണ്ടോ, അതിന്റെ മേളിലാട്ടോ ഇരിക്കുന്നേ. എന്ത്? ആ വീടിന്റെ മേളിൽ ആരോ ഇരിക്കുന്നുണ്ട്, വലിയ ആള്. ആണോ? എന്തോ പാർട്ടിയുടെ വലിയ പരിപാടിയാ. സ്കോർപ്പിയോ മാത്രം, ദൂരെ സ്കോർപ്പിയോ ലൈനായിട്ട് കിടക്കുന്ന നിൽക്കേ. നമ്മുടെ അവിടെയാണ് ഇപ്പൊ ഇന്നോവ. നമ്മളെ മഹീന്ദ്രയ്ക്ക് ബുക്കിംഗില് വരുന്നതിന് ചില്ലറ കാരണമല്ല ഇതാ. മഹീന്ദ്ര ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന നേരത്ത് കിട്ടാത്തതിന് മെയിൻ കാരണം ഇതാട്ടോ. കാരണം ഉള്ള എല്ലാവരും മേടിക്കുമല്ലേ. അതായത് ഇപ്പൊ 3 കിലോമീറ്റർ മൊത്തം സ്കോർപ്പിയോ അല്ലേ? സ്കോർപ്പിയോടാ. നമ്മുടെ നാട്ടിൽ വന്ന് സ്കോർപ്പിയോ ആർക്ക് ഇഷ്ടമില്ല. ഇങ്ങോട്ട് ഫുള്ള് സ്കോർപ്പിയോ അല്ലേ, ഇതിന് കംപ്ലൈന്റ് ഒന്നുമില്ല. എന്തോരം സ്കോർപ്പിയോ, ഇന്നോവ കിടക്കുന്ന പോലെയാ സ്കോർപ്പിയോ കിടക്കുന്നത്. പോസ്റ്റർ ഉണ്ടാവും, കൊടി ഉണ്ടാവും. നോക്കിയേ എന്താ ഇത്. ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കൊടി ഉണ്ടാവും ഫ്രണ്ടില്. അങ്ങനെയുള്ള വണ്ടി ചെക്കിങ്ങുകളൊക്കെ ഒഴിവായി കിട്ടും. നമ്മളങ്ങനെ വാഹനം ഓടിച്ച് ഒരു ടൗണിൽ എത്തിയിരിക്കുകയാണ് ബീഹാറിലെ. എന്താ തിരക്ക്, രക്ഷയില്ലാത്ത തിരക്കാട്ടോ. മാർക്കറ്റിൽ പച്ചക്കറി, പഴം, അതുപോലെ സാധനങ്ങൾ, ഫ്രണ്ടിൽ ട്രെയിലർ. അവിടുന്ന് ഇവിടുന്ന് എല്ലാം വണ്ടിയാടാ ഇവന്. രക്ഷയില്ലല്ലേ. അതിന്റെ ഇടയ്ക്ക് തിരി. ഇവിടെ എന്ന് വെച്ചാൽ കൈക്കൊള്ളന്മാരാ കാര്യക്കാരൻ. ട്രാഫിക് ഒന്നും ഇവര് നോക്കൊന്നുമില്ല. കുത്തി കയറ്റി എതിലെങ്കിലും ഒക്കെ പോകും. കേറുന്നവൻ രാജാവ്. അല്ലാത്ത ഹൈവേയുടെ അവസ്ഥ നോക്കി. അതില്ല, ഫുള്ള് ഹോണടിയാ. പോലീസുകാർ എവിടെയെങ്കിലും ഉണ്ടോ? ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാക്കി വണ്ടി എടുത്തിട്ട് പോകും. BSRTCUTയോ അതിനകത്ത് BSRTCUT. അപ്പൊ ഇവരുടെ ബീഹാറിന്റെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ്. നമ്മുടെ അവിടെ കടല വിൽക്കുന്ന പോലെ ഇതുണ്ടോ, പഴം വിൽക്കുന്ന നോക്കിയാൽ കേല. നമ്മുടെ ഇവിടെയൊക്കെ ഇതൊക്കെ അപ്രതീക്ഷിതമായിടാ. ഇല്ലല്ലേ, നമ്മുടെ ഇവിടെ പണ്ടുണ്ടായത് മുടി വെട്ടി ഒരുത്തം പിണങ്ങി ചിന്താഘോഷ ശ്യാമളനെ പോലെ നോക്കിയിരിക്കുക. ഒരു മനുഷ്യനോട് അഭിരാമിയുടെ ടീം മതിയില്ലേ വെഡ് ടിഷ്യൂ എടുത്തു വെപ്പിച്ച് ഓരോ സ്ഥലങ്ങളിൽ തുടപ്പിക്കുക. നീ കൊച്ചിറങ്ങി ഇപ്പം എന്തിനാ മുടി വെട്ടിയേ? എന്റെ മുടി വെട്ടാൻ പോയാ? ഇന്ന് നോക്കിയ കമന്റ് ബോക്സ് പറഞ്ഞു ആ കൊച്ചിന്റെ മുടി അഭിരാമി നശിപ്പിച്ചെന്ന് പറയും. എങ്ങനെ ഇരിക്കണോ? ഏതായാലും അവൻ പിണങ്ങി കേട്ടാ. കഴിഞ്ഞ കാഴ്ച കണ്ടിരുന്ന കഴിഞ്ഞ കാഴ്ച ഒരു മാസം എന്നോട് മിണ്ടാതെ നടന്ന്. ഈ പ്രാവശ്യം ഇനി അഭിരാമിയോട് എത്ര ദിവസം മിണ്ടാ നടക്കും നമുക്ക് കാണാം. റോഡിന്റെ സൈഡിലൊക്കെ ഫുള്ള് വീടുകളാട്ടോ നേരത്തെ കണ്ട പോലെ ലിബി. പിന്നെ അതിനൊപ്പം നേരത്തെ കാണാത്തൊരു കാര്യമുണ്ട്. ഇവിടെ മൊത്തം വഴി സൈഡ് ഇട്ട് ചാണം ഉണക്കുന്നുണ്ട്. അങ്ങനെ ചാണം ഉണക്കി കഴിഞ്ഞാൽ വിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ നാലുവരിപ്പാതല്ലേ നമ്മൾ നേരത്തെ വരാൻ നേരത്തെ റോഡിന്റെ നടുക്ക് മൊത്തം പശുവിന്റെ കന്നാലി തൊഴുത്ത്. അത് നമ്മളപ്പുറമല്ലേ കണ്ടേ? ഇതെന്താ ഇത്? എനിക്ക് തോന്നുന്നു ഒന്നേല് ഇവർക്ക് സർക്കാർ പിന്നെ വീട് വെക്കാൻ വേണ്ടി കൊടുത്ത സ്ഥലം അല്ല. ഇത് ഹൈവേ വന്നപ്പോ ഈ റോഡ് വന്നപ്പോ പോയ ആൾക്കാർ വീടാണെന്ന്. ഇത് പിന്നെ കൂടുതലും ബീഹാറിലൊക്കെ എന്ന് വെച്ചാൽ ആൾക്കാർക്ക് സ്ഥലമില്ല പിന്നെ സ്വന്തമായിട്ട്. അപ്പൊ അവരെന്ന് വെച്ചാൽ ഉള്ള സ്ഥലത്ത് നമ്മുടെ അവിടെയൊക്കെ പറയില്ലേ, ഇന്നലെ നമ്മൾ അന്വേഷണം പറഞ്ഞാൽ ഈ തേക്കാത്തറിയാവോ 90% ആൾക്കാരുടെ അടുത്തും പൈസ ഇല്ല. പിന്നെ നമ്മുടെ അവിടെ പറയില്ല പുറമ്പോക്കി വീട് വെച്ചിട്ട് പിന്നെ റോഡ് വന്നപ്പോ 5 പൈസ കിട്ടിയില്ലെന്നൊക്കെ പറയുന്നില്ലേ, അതേപോലത്തെ സ്ഥലം. അതായത് സർക്കാരിന്റെ ഭൂമിയില്ലേ അതിന്റെ അകത്ത് കൊണ്ടിട്ട് വീട് വെക്കുന്നു. ഗൈസ് ഇവിടെ എന്തൊക്കെയോ ആഘോഷങ്ങളും പരിപാടിയൊക്കെ നടപ്പുണ്ട് കേട്ടോ. എന്തോ എന്തൊക്കെയോ പരിപാടികൾ നോക്കിയേ.
പുതിയ ബീഹാറിന്റെ വണ്ടി ഫുള്ള് മാർക്കപ്പോളാണ്. നല്ല രസമുണ്ട്. കേരളത്തിൽ ഇപ്പൊ വന്നില്ലേ കുറച്ച്, പക്ഷെ ബീഹാറിന്റെ വണ്ടി കാണാൻ ഇച്ചിരി രസമുണ്ട്, പെയിന്റും എല്ലാം ആയിട്ടല്ലേ. എനിക്ക് കമ്പനി തന്നെ പെയിന്റ് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ടൈപ്പ്. ഇപ്പൊ എല്ലാരും ഇതേ ഇതും അടിപൊളി വണ്ടി കേട്ടോ, കിട്ടിയ വണ്ടി കേട്ടോ. സ്റ്റേറ്റ് റോഡിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വണ്ടിയാണ് ഏച്ചിന്റെ വണ്ടി അല്ലേ. കയറ്റം കയറൂല, കയറ്റം കയറി കഴിഞ്ഞാൽ സാധനം കത്തിപ്പോവും. ഇവിടെയൊക്കെ വെള്ളക്കെട്ടാട്ടോ എവരില്ലേ, അതേപോലെ തന്നെ ഫുള്ള് വെള്ളക്കെട്ട്. എനിക്ക് തോന്നുന്നു ഒരു കുറവുമില്ല. ബീഹാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടവനെ കാലാവസ്ഥ, മഴ പെയ്താലും വെയിൽ വന്നാലും മഞ്ഞ് വീണാലും ഫുൾ ടൈം എന്ന് വെച്ചാൽ ചൂട് ബീഹാർ അല്ലേ. ആ പ്രത്യേക കാലാവസ്ഥയാണ്. പോകുന്ന വഴിക്ക് ഇതേപോലെ കുറെ വാഹനങ്ങൾ കിടക്കുന്നതാണ് കേട്ടോ. ഇത് എന്നാണ് ഇതിന്റെ സംഭവം? ഇത് വണ്ടി തമ്മിൽ അടിക്കുന്നവനെ ഭയങ്കര ആക്സിഡന്റ് മേഖലയാണ്. നമ്മളിപ്പോ വരുന്ന വഴിക്ക് ഒരു 100-150 കിലോമീറ്റർ എന്തോരം വണ്ടികൾ, അതായത് വെറും കാലി സ്ഥലത്തിനകത്ത് വണ്ടി ഉപയോഗിച്ചിട്ട് പോയേക്കോ തട്ടിക്കഴിഞ്ഞിട്ട്. ഇവര് രാശി നോക്കുന്നവരാണ്. ഓ കാശ് ഞങ്ങൾ എപ്പോഴും പറയില്ല രാശി നോക്കിയിട്ട് ഞങ്ങൾ വണ്ടി എടുക്കുള്ളൂ എന്ന് അറിയാം. ഈ ബീഹാറുകാരെന്ന് വെച്ചാൽ രാശി നോക്കുന്നവര് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ബോംബെ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ഒരു മൊത്തം രാശി നോക്കുന്നുണ്ട്. വണ്ടി ചിലപ്പോൾ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വണ്ടി ഉപേക്ഷിച്ചാണ് ഇവര് അല്ലേ. ഇവനെ അങ്ങോട്ടിങ്ങോട്ട് സ്റ്റേറ്റ് റോഡല്ലേ ഇവനെ. പക്ഷെ 2 വരിയല്ലേ ഉള്ളൂ. 2 വരിയേ ഉള്ളൂ. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ചിലപ്പോൾ അതിനകത്ത് പശു ഉണ്ടാവും, വണ്ടി മൊത്തം ഉണ്ട് ഇവനെ, ടുട്ടുട്ടും ഉണ്ടാവും, എല്ലാ സാധനവും ഉണ്ടാവും. 4 വരിക്ക് പോകേണ്ട വണ്ടി മൊത്തം ഈ 2 വരിയിലുണ്ട്. എന്നാ പറഞ്ഞില്ല, ഇങ്ങോട്ടൊക്കെ റോഡിന്റെ വലിപ്പം കൂട്ടേണ്ട സമയം കഴിഞ്ഞല്ലേ. ഇത് നീ പറഞ്ഞോളൂ, ഇതിന് ബദൽ റോഡ് ഉണ്ടോ? ഉണ്ടെന്നേ. ഓരോ വാഹനങ്ങളാണ് ഈ 2 വരിപ്പാത കൂടെ പാഞ്ഞു തന്നെ. ഏതൊക്കെ സംസ്ഥാനത്തിന്റെ വണ്ടി ഉണ്ടല്ലോ അരുവി. അതെ, ഇത് നമ്മൾ കോഴിക്കോട് തലശ്ശേരി റൂട്ട് പോലെ കേട്ടോ. വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്യണേ നമ്മളൊന്ന് അടുത്ത വണ്ടിക്കാരോട് ഇങ്ങനെ ലൈറ്റ് ഇട്ട് കാല് പിടിക്കണം. ഞാനൊന്ന് കയറിക്കോട്ടെ എന്ന്, അല്ലാതെ നമുക്ക് കയറാൻ പറ്റൂല. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറി കേട്ടോ. ഒരു മോട്ടോർ കോഴ ഉണ്ടാവും മുങ്ങിയിരിക്കുന്ന പോസ്റ്റ് ഉണ്ടോ. ഇത് പോസ്റ്റ് ലിവിനെ, ഇത് വെള്ളം ഇറങ്ങി പോകാൻ സ്ഥലമില്ല. അതാണ് സംഭവം. അതായത് കനാലില്ല ഇവനെ, കനാലില്ല. ഇവരൊന്നും മുൻകൂട്ടി കണ്ടിട്ടില്ല ഇങ്ങനെ വെള്ളം മുങ്ങുമെന്ന്. ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ 10-15 കൊല്ലം മുന്നേ കണ്ട് ഇങ്ങനെ വന്നതെന്നാ പറഞ്ഞത്. അല്ലാതെ ഒന്നും സ്ഥിരമായിട്ടൊന്നും വരുമെന്നാ പറഞ്ഞത്. അത് പുഴയിലോട്ട് പോകാം, കായലിലോട്ട് പോകാം. പിന്നെ ഇവിടെ കടലില്ല, കടലിലോട്ട് പോകാൻ പറ്റൂല. പുതിയ അവതാർ ആയിരിപ്പോയില്ലോ ഇവനെ. എല്ലാ വണ്ടികളും ഈ റൂട്ടിൽ പോകുന്ന വണ്ടികൾ മിക്ക വണ്ടിക്ക് അടി കിട്ടുന്നുണ്ട്. പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നത്. അതോ അങ്ങോട്ടും കൊണ്ട് അടിച്ച് തർക്കമായി കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടും. പിന്നെ ഓണർമാർ തമ്മിൽ തമ്മിൽ അന്നിപ്പോ അവസാനം ഇവര് എന്തെങ്കിലും പൈസ കിട്ടും, അന്നപാട് നിൽക്കും, സെറ്റിൽമെന്റ് ആവും. ഇവിടെയൊക്കെ കണ്ടമാനം വെള്ളം കയറി കേട്ടോ. പിന്നെ ഇത് ഇങ്ങോട്ട് നോക്കിയാ നീ, അയ്യോ ഇതന്നെ പുഴയോ? ഇത് പുഴയല്ല, കണ്ടറിയാം. അല്ല ആ ലൈൻ കമ്പിയാണ് നമ്മള്. ഇത് പുഴയല്ല, ഇത് കരയാന്നറിയുന്നേ. അതായത് 2-3 ആഴ്ചയായെന്നാ പറഞ്ഞു ഇതേപോലെ വെള്ളം കയറി കിടക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. അല്ലടാ, അതെ. ഇവരെ മീൻ കൃഷിയൊക്കെ പോയല്ലോ ഇവനെ. ഞാൻ ആദ്യമായിട്ട് ഇത്രയും പോത്ത് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നത്. പിന്നെ ഞാൻ ഓർത്താലും വേസ്റ്റ് കൂട്ടിക്കൂട്ടിയിട്ട് ഇട്ടാന്ന്. സംഭവം മൊത്തം പോത്ത്, കറുത്ത പോത്തല്ലേ. ഈ ചൂടിനെ ഈ ചൂടുള്ള സമയത്തെ ആന, പോത്ത് അങ്ങനെയുള്ള മൃഗങ്ങളില്ലേ നേരെ വെള്ളത്തിൽ അത് ചാടി കിടക്കും. ഓരോരോ ചെറിയ വീടുകളൊക്കെ മൊത്തം വെള്ളത്തിൽ തന്നു. പിള്ളേരെ ഈ വെള്ളം കയറിയല്ലോ, അവരതിനനുസരിച്ച് കുളി അവിടെ നോക്കി. അവരുടെ വീടായിരുന്നു ഇവനെ അത്. പിള്ളമാരുടെ വീടാ. അപ്പൊ വീട്ടിലോട്ട് പോയിട്ട് അവര് നോക്കിയിട്ട് വരുന്ന റോഡാടാ. ആ വീട്ടിലോട്ട് പോകുന്ന റോഡ് ഇത് എന്നുവെച്ചാ. ഇത് റോഡാ അല്ലേ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ വെള്ളം കണ്ടാൽ നമ്മൾ ഒരിക്കലും കുളിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ വല്ല ലൈൻ കമ്പിയോ എന്തെങ്കിലും പൊട്ടി വീണോ ഇല്ലയോ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. എന്തോരം നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ചതുപ്പുണ്ടോ ഇതിൻ്റെ അകത്ത്. ആ ചതുപ്പ് നമ്മൾ താന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കാല് താന്നു പോകും, നമുക്ക് കയറി വരാൻ ഒരിക്കലും പറ്റുമില്ല. കാറുകാരൻ എന്നും നല്ല മനുഷ്യനാണെന്നറിയാമോ. ഏതോ ഒരാളുടെ കാറ് ബേക്കും കൊണ്ട് അയാൾ രക്ഷിച്ചിട്ടുണ്ട്. കണ്ടോ ഇവനെ? ഫ്രണ്ട് ബേക്ക് പോയല്ലേ? ബേക്ക് പോയി. എന്നിട്ട് ബേക്ക് പോയവൻ്റെ ഫ്രണ്ട് ടാറ്റ പറഞ്ഞിട്ട് വണ്ടി പോയി. ഇവിടെയൊക്കെ വീടുകൾ വെള്ളത്തിലാട്ടോ. ഇവിടെ 1, 2, 3 വീട് വെള്ളത്തിലാണ്. ഇവിടെ രക്ഷാപ്രവർത്തനം ഒന്നും ഇല്ലെന്നേ. ആൾക്കാർ നീന്തി രക്ഷപ്പെടും. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടല്ലോ, ഇപ്പം ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും സഹായിക്കാനൊക്കെ ഓടി എത്തും. ഇങ്ങോട്ട് നോക്കിയേ, ഓരോ വീടുകളാന്ന് നോക്കിയേ. ആ വലിയ വീടിന്റെ ഉമ്മർത്താട്ടോ ഈ വീട്ടിലെ ആൾക്കാർ ജീവിക്കുന്നത്. ഇവിടെ എല്ലാം പോയി കേട്ടോ. 3 ആഴ്ചയെന്ന് പറഞ്ഞ വെള്ളം കയറിയിട്ട് ഇതുവരെ ഇറങ്ങിയില്ല. പിന്നെ സാധാരണക്കാരാ പെട്ടാക്കുന്ന. പൈസ ഉള്ളവര് പൈസ മുടക്കി വീട് നന്നായിട്ട് കയറ്റിയിട്ട് മേലോട്ട് കെട്ടിയിട്ടാണ് വീട് ഉണ്ടാക്കിയാക്കുന്നത്. ഇവനെ ഇതൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ പോലെ പ്രതിരോധ ശേഷി ഇല്ല.
പ്രതികരണവും ഇല്ല. അത് തന്നെ പ്രതികരണമില്ല ഇവര്. നമ്മുടെ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാരും ജനങ്ങളെല്ലാം പ്രതികരിക്കൂലേ. ഈ അടുത്തൊന്നും പോവാന്ന് വിചാരിക്കണ്ട കേട്ടോ, അമ്മാതിരി ബ്ലോക്കാ. പൂഴിവണ്ടി സീസൺ ആയെന്നാട്ടോ തോന്നുന്നവനെ. ബീഹാറിൽ ഏറ്റവും കൂടുതൽ പൂഴിയും കൊണ്ട് വണ്ടി വന്ന രാത്രിയില്. അതിന്റെ പൂഴിയത് എന്നാ ബ്ലോക്കാന്ന് നോക്കിയാടല്ലോ ഇവനെ. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവന്? ഇത് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. നോക്കിയേ ജനം വരുന്ന നോക്കിയേ ബസ്സിലൊക്കെ. എന്റെ ദൈവം, ആ ബസ്സിന്റെ മുകളിൽ എത്ര പേരാന്ന് നോക്കിയേ. ഇവർക്ക് അപകടങ്ങളൊന്നും ഒരു പേടിയല്ല കേട്ടോ. എന്താണ് ചവിട്ടി കഴിഞ്ഞാലേ എന്ത് ചെയ്യും ഇവര്? ആ എന്തോന്നാ നോക്കിയേ, ഒറ്റ ചവിട്ടിന് താഴെ കിടക്കൂട്ടോ എല്ലാം. വന്നതിന് എത്ര പേരാ കൊട്ട കിട്ടുന്നതെന്ന് നോക്കിയേ. നമ്മുടെ അവിടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നവര് എവിടെ ഓട കിട്ടുന്ന ഇവനെ. ആ അവരുടെ വീടാട്ടോ ഇത് ലിവിനെ. ഇതൊക്കെ ഇവരുടെ വീടാ. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ അവിടെ കിട്ടുന്ന അതേ പൈസ ഇവിടെ കൊട്ടയ്ക്കുണ്ട്. കുറവൊന്നുമില്ല. ഇതൊക്കെ ഇപ്പൊ ആൾക്കാർ ഉപയോഗിക്കൽ കുറഞ്ഞ, എല്ലാം പ്ലാസ്റ്റിക് റബ്ബറൊക്കെ ആയി. പക്ഷെ ശരീരത്തിനും എന്തൊരു ഇപ്പൊ ചോറൊക്കെ ഊറ്റാനാണേല് ഏറ്റവും നല്ല സാധനം ഈ കൊട്ട കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഏറ്റവും നല്ലത്. ഫാമിലി പരമായിട്ടുള്ള പരിപാടിയാട്ടോ. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാരും ഉണ്ടാവും. നോക്കിയേ കൊട്ട കെട്ടി 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 എടുക്കുക കേട്ടോ. ഇത് മറ്റേ ഈറ്റയാന്ന് എനിക്ക് തോന്നുന്നു. ഇവർ ഈറ്റ വെച്ചാൽ കെട്ടുന്നത്. ഇവരെന്ന് വെച്ചാല് ഒരു കുടുംബത്തിലെ ആരുണ്ടോ അവരെല്ലാരും ജോലിന്റെ അകത്ത് സപ്പോർട്ട് ചെയ്യും. ഒരാളിന് പോലും മാറിയിരിക്കില്ല. അതാണ് ഇവർ പ്രത്യേകത. കുഞ്ഞി കൊച്ചുണ്ടോ പ്രായമുള്ളവരുണ്ടോ എല്ലാരും ജോലിന്റെ അകത്ത്. എന്തായത് ബ്ലോക്ക് വന്ന് എല്ലാം കൂടെ കുത്തി കയറ്റും കേട്ടോ. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്യായ ബ്ലോക്കാട്ടോ. ദൈവമേ, ഫ്രണ്ടിലേക്കാ ബ്ലോക്ക്. നമ്മളിപ്പം ബ്ലോക്കിൽ തുടക്കക്കാർ മാത്രമാണ്. വണ്ടികൾ ഓരോന്നായിട്ട് നീങ്ങുന്നതേ ഉള്ളൂ. ഒരു കാര്യമുണ്ട്, കണ്ടെയ്നർ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടല്ലേ കണ്ടോ, ഗ്യാപ്പില് കുത്തി കയറ്റുന്നുണ്ടോ. ആ വണ്ടി ഗൈസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്കാട്ടോ. ഇപ്പൊ ഇച്ചിരി ബ്ലോക്ക് മാറി കിട്ടി. എന്നാ ബ്ലോക്കായിരുന്നടാ. ശ്രദ്ധിച്ചോ, ആൾക്കാർ നോക്കിയോ കുപ്പിവെള്ളം, മധുരമുള്ള മുട്ടായി എല്ലാം വിൽക്കാൻ വേണ്ടി വണ്ടിയുടെ പുറകെ നടക്കുന്ന നോക്കിയവനെ. ജീരകമിഠായി, ഇഞ്ചി മിഠായി ഒക്കെ വിൽക്കാൻ വരുമല്ലോ, അതുപോലെ തന്നെ ഇവിടെ മറ്റേ അവരുടേതായ സ്പെഷ്യൽ ആയിട്ടുള്ള പലഹാരങ്ങളും കാര്യങ്ങളും വിൽക്കാൻ വരുന്നു. നേരത്തെ ഒരു ക്ലീനറിനെ തള്ളിയിട്ടിട്ടാ കച്ചവടക്കാരൻ കേറിയത്. വെള്ളം വിൽക്കാനോ അവർക്ക് ഇതാണ് ആകെ ജീവിതമാർഗമുള്ളോ. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ബ്ലോക്ക് ആകുന്ന ഒരു സ്ഥലം തന്നെയാ, അല്ല ആൾക്കാർ ഇങ്ങനെ നിൽക്കൂലല്ലോ. ഇവരെന്തോ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് മെയിനാ. ചില സമയത്ത് ഉരുളക്കിഴങ്ങ് പുരുങ്ങിയിരിക്കുന്ന കാണാം. എന്തൊക്കെയോ ഭക്ഷണ രീതികളാട്ടോ. ഈ ബീഹാറി ഫുഡാ കാണുന്നത്. ചുട്ടെടുക്കുക. അങ്ങനെയാണല്ലോ. സമൂസ ഇവരുടെ ആണല്ലോ, നമ്മുടെ അല്ലല്ലോ. സമൂസ നോർത്ത് ഇന്ത്യനാ, പിന്നെ സൗത്ത് ഇന്ത്യൻ അല്ല. സൗത്ത് ഇന്ത്യൻ അതിനെ വൽക്കരിച്ച് വേറെ രീതിയിലേക്ക് തക്കാളി, ഉരുളക്കിഴങ്ങ്, സവോള, ക്യാബേജ് ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പൊ ചിക്കനും ബീഫൊക്കെ ആയി സമോസ. ഗൈസ് അത്യാവശ്യം നല്ല ബ്ലോക്ക് ആട്ടോ. എനിക്ക് തോന്നുന്നത് ഏതോ വലിയൊരു ടൗൺ ആട്ടോ ഇത്. 4-3 കടന്നു വരുന്ന ഒരു ടീ റോഡാ. അതാ ഇത്രയധികം തിരക്ക് വരുന്നത്. പിന്നെ ഒരു മാർക്കറ്റും ഉണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് കുർസേല എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവനെ എനിക്ക് തോന്നേ അഭിരാമി കുർസേല എന്ന് പറഞ്ഞ ഒരു ജില്ലയാണ് എനിക്ക് തോന്നുന്നത്. ബീഹാറിന്റെ ടൗണാ. അതായത് നമ്മളങ്ങനെ ഫൈനലി വണ്ടി നിർത്തി. എന്താ സംഭവം എന്ന് വെച്ചാൽ മൈക്കിളിന്റെ മുടി ഞങ്ങൾ വെട്ടിച്ചേ. അപ്പം എല്ലാവരും ദേഹത്ത് മുടിയായേ. കുളിക്കണം. ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല. സമ്മതിക്കല്ലോ ഒരു രീതിയിൽ സമ്മതിക്കില്ല. ഡാൻസ് കളിച്ചാൽ മതി, പ്രശ്നം കഴിയും. ഗൈസ് അപ്പേ എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കിളിനെ മുടി വെട്ടിച്ചോണ്ട് എല്ലാവരും കുളിക്കാൻ പോയി. അപ്പൊ ഇനി എല്ലാവരും മുടിയൊക്കെ വെട്ടിയിട്ട് വന്നിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. ഇതിനകത്തൊരു കോമഡി ഉണ്ട്. മുടി ദേഹത്ത് കണ്ട അവിടെ ടിഷ്യൂ കൊണ്ട് എന്താ തുടപ്പിലായിരുന്നറിയാം അഭിരാമി. കുളിപ്പിച്ചു മൈക്കിളിനെ നേരത്തെ കുളിപ്പിച്ചു. നീ കുളിച്ചോടാ? ഞാൻ മുടി വെട്ടിയത്. എങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈല്? നല്ല സ്റ്റൈലാണ്. പക്ഷെ ഇവിടെ പാണ്ട് വന്നോണ്ട് കിം ജോങ് യുൻ പാങ്യോങ്കാരനാണ് ഞാൻ. ഇന്ന് ഫുള്ള് നമ്മൾ വണ്ടി ഓടിയിലായിരിക്കും. ഇന്ന് നമുക്ക് അങ്ങനെ സ്റ്റോപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് എത്ര പെട്ടെന്ന് സിലിഗുരി പിടിക്കണം. ഈ കാലാവസ്ഥ പറ്റില്ല. അപ്പൊ ഭയങ്കര ചൂടാണ്. അതായത് 7 പേര് നമ്മുടെ വണ്ടിയിലുണ്ട്. കൊച്ചടക്കം 8 തോന്നുന്നു. അപ്പോൾ ഇത്രയും പേരൊപ്പം നമ്മുടെ വണ്ടിയിൽ എന്താ പറയുക ഓവർ സമയം നിൽക്കൽ പാടാണ്. അപ്പോൾ അങ്ങോട്ട് നല്ല തണുപ്പുള്ള സ്ഥലത്തോട്ട് ചെല്ലാൻ നേരത്ത് ഓക്കെ കുളിക്കാൻ പോവാം. വേറെ എന്നൊക്കെ എടുത്ത് മൈക്കിളില്ല. മൈക്കിളെ നീ ആണാട്ടാ. കുളിക്കാൻ പോവാ.
നിന്നെ കുറിച്ച് ആൾക്കാർ പറയുന്നത് നീ ചിരിക്കുന്നില്ല, നീ ചിരിക്കാത്ത കുട്ടിയാണ്. ഈ ക്യാമറ ഓഫാകുമ്പോൾ ഇവന്റെ തനിക്കോണം കാണണം നിങ്ങള്. തനിക്കാണ് ഇപ്പൊ കാണാം. ഇല്ല അങ്ങോട്ടല്ല ഇങ്ങോട്ട് നമുക്ക് നടന്നിട്ട് വരാം. അതെ വാടാ കൈതാ. നാട്ടിലെ പല പമ്പുകളും ഇങ്ങനെയാട്ടോ വൃത്തിയുടെ കാര്യത്തിൽ. ഇതൊരു കമ്പനി പമ്പാ. എല്ലാത്തിലും അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത്. അതല്ല ഞാൻ പറഞ്ഞത്. ഒരു പമ്പില് അത്യാവശ്യം ക്ലീൻ ആക്കി നിൽക്കേണ്ട അത് പമ്പുകാർ ഇതാണ് റൂളാണ്. അത് കാര്യമില്ല, വരുന്ന ആൾക്കാർ അത് ഫ്ലഷ് ചെയ്യുകയും ചെയ്യണം. അതിന് ഇവര് എന്നെ സംബന്ധിച്ച് ഇവർ വെള്ളം കൊടുക്കുന്നില്ല. ഇവന് വെള്ളം അടിക്കാതെയാണ് ഇവർ ഇട്ടാക്കുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കും വെള്ളം അടിക്കാൻ ചില ആൾക്കാർക്ക് ബാത്റൂമിൽ പോയി വെള്ളം അടിക്കാൻ ചിലർക്ക് നാണക്കേടായിരിക്കും. നാണക്കേട് ചിലർക്ക് പേടിയായിരിക്കും പറയാൻ വേണ്ടി അവരങ്ങ് ഇട്ടിട്ട് പോകും. നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? നമ്മൾ എണ്ണ അടിക്കുമ്പോൾ 2 രൂപ ഇതിന്റെ ചെലവിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മൾ 1 ലിറ്റർ എണ്ണ അടിക്കൂലേ? ഇവിടെ 93 ഒരു ലിറ്റർ എണ്ണയ്ക്ക്. ശരിക്കും എണ്ണയ്ക്ക് വരാൻ നേരത്ത് 91 രൂപ ഉള്ളൂ. 2 രൂപ എന്ന് വെച്ചാൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നീറ്റാക്കാൻ വേണ്ടി നമ്മളാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത്. അതുപോലും ചെയ്യാൻ വേണ്ടി ഇത് കമ്പനി ഇന്ത്യനോന്റെ കമ്പനി പമ്പാണ് ഇവർ. അതുപോലെ ഞാൻ ഈ ക്യാമറയിൽ പറഞ്ഞ ആ കാര്യം തന്നെ ഞാൻ ആ പെട്രോൾ പമ്പിൻ്റെ ആൾക്കാരോടും പറഞ്ഞു. അങ്ങനെ ആ പമ്പിലെ ആൾക്കാർ ബാത്റൂം ഇപ്പം വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. ബാത്റൂം എവിടെ പമ്പിൽ നമ്മൾ എണ്ണ അടിക്കുന്നുണ്ടെങ്കിൽ ക്ലീൻ എല്ലാം നേരെ അവരോട് പറയുക. ഇങ്ങനെ ബാത്റൂം ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അവർ അന്നമ്പാടെ ക്ലീൻ ആക്കി തരും. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇന്നിവിടെ സ്റ്റാഫില്ല, അത് കാരണമാണ് ക്ലീൻ അല്ലാത്തത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇന്നിവിടെ സ്റ്റാഫ് ഇല്ലാത്തതാണ് നിങ്ങളും ആ ബാത്റൂമിൽ തന്നെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി തർക്കം ഉണ്ടായി. അവസാനം ക്ലീൻ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ക്ലീൻ ആക്കുന്നു. ലേഡീസിനായിട്ട് ബാത്റൂം ചെയ്യാനാണ് हमारे बाहर में जाएगा प्रॉब्लम है. हाँ वो लेडीज लोग बोला ഗായ്സ് ഒരു രക്ഷയില്ല കേട്ടോ. പമ്പ് അടുത്ത് റിലയൻസ് കാണുന്നുണ്ട്. ഇനി അവിടെ ചെന്ന് നോക്കാം. ബീഹാർ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ ഇവര് എല്ലാം നശിപ്പിച്ചിട്ടൊക്കെ ഇത്രയും ഞാൻ പറഞ്ഞു ബാധ്യത തല്ലി കിട്ടിയിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു പമ്പ് ഇതേപോലെ ക്ലീൻ ആക്കാൻ പറഞ്ഞു. അവനെ ഓടിച്ചിട്ട് തല്ലാൻ വേണ്ടി ഞാൻ ഓടിക്കറി വണ്ടി കയറി. അങ്ങനെയുള്ള ആളാ ഞാൻ. ഫ്രണ്ടിലേക്ക് പോവാണ്. അത്യാവശ്യം ഒരു കുറച്ചായിട്ട് അലിവിനെ എന്തോ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പൊ ആൾക്കാർക്ക് കണ്ടവാനം ഇറങ്ങുന്നോണ്ട് എല്ലാ സ്ഥലങ്ങളിലും കണ്ടവാനം ഉപയോഗിക്കുന്നോണ്ട് എനിക്ക് അങ്ങനെയൊക്കെ കത്രയാകുന്ന തോന്നുന്നു. വെള്ളം ഒഴിച്ചിട്ട് പോവാ. ഗൈസ് നമ്മളെ അങ്ങനെ റിലയൻസിന്റെ ഒരു പമ്പിലെത്തി. റിലയൻസിന്റെ ബാത്റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ 1. യെസ്, ഇത് നോക്കിയാൽ ഇതാണ് പമ്പ്. അപ്പോൾ അവരൊരു കുളിക്കാൻ വേണ്ടി പോയേക്കാണ്. അവരുടെ കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാൻ. ഇന്ന് പരമാവധി നമ്മൾ നേരത്തെ പറഞ്ഞോളെ നൈറ്റ് നമുക്ക് സഞ്ചരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ പോകല്ലേ വെസ്റ്റ് ബംഗാളിൽ നമുക്ക് കേരളം ദിവസം കണ്ടുപോലല്ല. പഴയ മറ്റേ ബോർവീലുണ്ടോ? ഇതല്ല ആദ്യത്തെ ബോർവീൽ, പഴയ ആദ്യത്തെ ടൈപ്പ് ബോർവീൽ കേട്ടോ. എന്തായാലും ഇവിടുത്തെ ചള്ളവെള്ളം ആ വെള്ളമല്ലേ ഇങ്ങോട്ട് കയറുന്നത്. ഇവരിങ്ങോട്ട് നോക്കിയാൽ താമര നോക്കിയാ എന്തിയെ ഇതാ താമര. ഇത് മൊത്തം ഇത് എപ്പോഴും വെള്ളം കെട്ടിയിരിക്കുന്നറിയാവോ? ഇത് താമര, ലോട്ടസ്. താമരയുടെ ഇംഗ്ലീഷ് പേരാണ് ലോട്ടസ്. അപ്പൊ ലോട്ടസ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഇല്ലേ ലോട്ടസ് അല്ലേ? ഗായ്സ് നോക്കൂ, ഞങ്ങളെ ഒരു പച്ചക്കറി മാർക്കറ്റിൽ നിർത്തിയത് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി. അപ്പനും ലിബിനും ഞങ്ങളും പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഏകദേശം സന്ധ്യാറ്. എടാ എന്നെ വെട്ടി വേർക്കും എപ്പോഴും. 1 കിലോ ചേനയ്ക്ക് എത്രയാണെന്നറിയാം? 100 രൂപ. അതായത് 80 രൂപ. ഞാൻ അവിടെ 100 രൂപ കിലോ. ഇത് ഈ കാണുന്ന ഇവരുടെ അടുത്ത് മേടിച്ചാൽ മതിയായിരുന്നു. അല്ല ഒരെണ്ണത്തിനാണ് 100 അല്ലേ? കിലോ അല്ലേ? മാർക്കറ്റിൽ നിന്ന് വരുന്ന സാധനത്തിന് വില കൂടുതലും നാട്ടുകാർ വിൽക്കുന്ന സാധനത്തിന് വിലക്കുറവുണ്ടോ? ഇത് ഇവിടുന്ന് കയറ്റി കൊടുക്കാം കേട്ടോ. വണ്ടി വളഞ്ഞാൽ കിടക്കുന്നത് കാണുന്ന മാർക്കറ്റിൽ കൂടെ ആട്ടോ ഞങ്ങൾ ഇത്രയും നേരം വരെ ഗുസ്തി കളിച്ചാണ്. ഞങ്ങൾ ഫൈനലി ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഒന്നൊന്നര ഗുസ്തിയല്ലേ നമ്മൾ കളിച്ചേ? കാരണം ഈ മാർക്കറ്റുകൾ ലാഭം കേട്ടോ. സാധാരണ എത്ര രൂപ കുറവാന്നറിയാമോ? അതായത് എനിക്കിപ്പോ മനസ്സിലാവുന്നേ, ഒരിക്കലും നമ്മള് കച്ചവടം ഉള്ളടുത്ത് വാങ്ങരുത്. അതായത് സിംഗിൾ ആയിട്ട് ഇരിക്കുന്ന മാർക്കറ്റുകളില്ലേ, അതെ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ വന്ന് വിൽക്കുന്നത്, അവിടെ ഭയങ്കര പൈസ കുറവാ. അതെ, വേർത്ത് കുളിച്ചു. വൈകുന്നേരം 6 മണിയാന്ന് നോക്കണം നിങ്ങൾ. 6 മണിക്കാണ് ഞാൻ ആ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയത്. അതായത് ഞാൻ വെയിൽ കൊള്ളാത്ത ആളോ അല്ലെങ്കിൽ പിന്നെ പുറത്തിറങ്ങാത്ത ആളോ എ സിയിലിരിക്കുന്ന ആളോ അല്ല. പക്ഷെ എന്തോ ഇവിടുത്തെ ഇമ്മ്യൂണിറ്റി ലെവൽ എന്തോ പ്രത്യേകത ഉണ്ടല്ലോ ലിബി. അതെ, ഇവര് നല്ല പനി ഉണ്ടാവൂലല്ലോ. പന ചൂടുള്ള സ്ഥലത്തല്ലേ പനി ഉണ്ടാവുള്ളൂ. അതെ 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 അതെ. വേറെ ഒരു കാര്യം സംസാരിക്കണം. ഇവനെ നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യത്തെ MRP എന്ന് പറഞ്ഞ സാധനമുള്ളൂ. അതായത് മാക്സിമം റീറ്റെയിൽ പ്രൈസ്. നമ്മൾ വിദേശത്തോട്ടൊക്കെ പോകണം. ഇപ്പൊ യൂറോപ്പിലൊക്കെ പണിയെടുക്കുന്നവർക്കും യൂറോപ്പിലോട്ടൊക്കെ പോയവർക്കും അറിയാൻ പറ്റും. അവിടെ നിന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റൊക്കെ വായി തോന്നുന്ന പൈസയാ അല്ലേ ഇവനെ? അതെ അതെ. ഏകദേശം ഇരുട്ടായി തുടങ്ങി കേട്ടോ. പക്ഷെ ഇതുവരെ നമ്മള് വെസ്റ്റ് ബംഗാളിൽ എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ബീഹാറിൽ തന്നെ ഉള്ളല്ലോ. ബീഹാറിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു 4 വരി കിട്ടിയാൽ മതി. വെസ്റ്റ് ബംഗാൾ എത്തിയില്ലേലും കുഴപ്പമില്ലായിരുന്നല്ലേ ഇവനെ? സത്യം. കാരണം രാത്രി ആയപ്പോഴത്തേക്ക് ഓഫീസും അതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങിയപ്പോൾ ഈ റോഡ് 2 വരിയിൽ വമ്പൻ തിരക്ക്. പിന്നെ ചില ലോറികൾ ഇതേപോലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ ഇറങ്ങി ഇതിപ്പോ നമ്മൾ ഈ ഫ്രണ്ടിലത്തെ ലോറി നമ്മുടെ മുന്നേ നിൽക്കാനായിട്ട് ഒരു 10 മിനിറ്റായി. നമുക്ക് സൈഡും തരൂല, അതേ സമയത്ത് അപ്പുറം കൂട്ടി നമുക്ക് പോകാനും പറ്റില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി നന്നായിട്ട് വീഴുവാണ്. രാത്രിയാണെങ്കിലും ഉണ്ടല്ലോ എതിലൊക്കെയാ കേറി വരുന്നത്. ഏറ്റവും കൂടുതൽ പകല് നമുക്ക് കണ്ണിങ്ങിലും കാണാം എവിടുന്ന് കേറി വരുന്നത്, രാത്രി കേറി വരുന്നത് എവിടെ നിന്നാണ് പോലും ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ ഇവനെ? ഒരു പിടിയും ഇല്ല. ഇത് എന്നാണ് ഇത്? ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇവനെ. ഇവർക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. ഈ ഇടത്തുനിന്ന് കയറി വരുന്നു, വലത്തുനിന്ന് കയറി വരുന്നു, ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്നു, വണ്ടി നടുറോട്ടിൽ കൊണ്ട് നിർത്തി ഇടുന്നു. എന്തൊക്കെ ഡിസ്കവർ ഇവർ കാണിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. സാധ്യമായിട്ട് ടോളിൻ്റെ അകത്ത് ഇവനെ തുറക്കുന്നതും കയറ്റുന്ന സാധനം അതിന് വലുത് ഇവിടെ കണ്ടോ, നമ്മൾ കൊടുത്തില്ല അവരങ്ങോട്ട് വലിച്ചിടും. കാരണം വെച്ചാൽ ഇവിടെ ഡെയിലി ഇതേപോലെ ടോൾ കൊടുക്കാതെ ആൾക്കാർ പോകുന്നുണ്ട് ഇവനെ. ഈ സിംഗിൾ വേക്ക് ടോൾ മേടിക്കേണ്ട ഒരു കാര്യമില്ല. നോക്കിയേ എന്തിനാ ഇതിന് പൈസ മേടിക്കുന്നത്? ഫാസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി പെട്രോൾ ഇതിന്റെ കമ്പനി പമ്പ് വന്നു കേട്ടോ. എവരെ നമ്മൾ എന്തിനാ ടോൾ കൊടുക്കുന്നത്? ഫാസ്റ്റ് ഭാരത് പെട്രോൾ ഇതിന്റെ കമ്പനി പമ്പ് കേറുന്നുണ്ടോ? കയറുവാണ്. ഇനി 2 ലൈനിലേക്കാണ് കയറി പോകുന്നത്. ഇനി ഓടിയിട്ടും കാര്യമൊന്നും ഉണ്ടോ? രാത്രിയിലും ഇല്ല. ഇച്ചിരി നമുക്ക് ഇച്ചിരി മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാലോ, ഒരു 9 മണി 10 മണി ആകുമ്പോൾ. അപ്പോൾ ഇച്ചിരി കൂടെ റോഡ് കാലിയായി കിട്ടും. അങ്ങനെ പോയാലോ? എന്തെങ്കിലും ചെയ്യാം. അല്ല ഓടിയ കിലോമീറ്റർ മറിയൂലേ ഇവനെ? ഇങ്ങോട്ട് കയറ്റാം. ഇങ്ങോട്ട് കയറ്റാം. അതായിരിക്കും തടിക്കും എല്ലാത്തിനും നല്ലത്. നമുക്ക് ഇച്ചിരി റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ 10 അല്ല ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ചിട്ടേ ബാക്കി പിന്നെ തീരുമാനിക്കാം. അതിനൊരു 10-15 മണിയാകുമ്പോൾ പോകും. അത് ബേക്കിലോട്ട് വെച്ചാലോ? ബേക്കിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ബേക്കിലോട്ട് പോയി നോക്കിയാലോ? പോണ്ട, ബേക്കിൽ സ്ഥലമുണ്ട്. പമ്പ ബേക്കിലാ ഫ്രണ്ട് പമ്പ. കമ്പനി പമ്പ് ഇത്ര വില. അതിന്റെ സൈഡിൽ പാർക്ക് 2 പമ്പുണ്ടോ? 2 പമ്പുണ്ട്. ഉണ്ടോ? ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് ഹൗ മച്ച്? അതുകൂടെ ഉണ്ട്. നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കിയാലോ? കാശ് കൊടുത്ത് വണ്ടി വെച്ചിട്ട് ഇനി ചാർജ് ചെയ്യാൻ അതിന്റെ ബേക്കിലും പമ്പാ കേട്ടോ പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് ഈ ബേക്കിൽ കൂടെ അങ്ങ് പോകാം. നമുക്ക് കാനയും കൂടെ കഴിക്കാം. ഇവിടെ നമുക്ക് കുളിക്കാനും കണ്ണൊക്കെ വെച്ചോണ്ട് ഇവിടെ ഇങ്ങോട്ട് കയറി. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, 1.5 ബ്ലോക്ക്. നമുക്ക് സിഗ്നൽ കിട്ടി. നമ്മൾ നിൽക്കണം. അതിനാ നിൽക്കേ റെഡ് കത്തി. ഇനി അങ്ങോട്ട് തെക്കോട്ടുള്ളവർ പോട്ടെ, പടിഞ്ഞാറോട്ടുള്ളവർ നിൽക്കുക. അങ്ങനെയാണ് സംഭവം. എന്താ ചെയ്യാ? ബ്ലോക്കായി കഴിഞ്ഞു. സിഗ്നൽ വീണു. എന്നാണ് ഇത്? സിഗ്നൽ വീണു. എവിടെയാ സിഗ്നൽ? എവിടെയാ? ഇവിടെ സിഗ്നൽ ഇല്ലല്ലേ? അല്ല, ശരിക്കും അങ്ങോട്ട് പോകേണ്ട വണ്ടിയാണ് പോകണ്ടേ. സെൻട്രൽ ഏതോ വണ്ടിക്കാരേതാ തടഞ്ഞു വെച്ചാക്കുന്നു. അതെ മൊമോ. എവിടെ? ആർക്കെങ്കിലും മൊമോ വേണം? മൊമോ ആർക്കാ വേണ്ടേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ നിർത്തി കൊടുത്താൽ ഇത് ഫുൾ അങ്ങ് ബ്ലോക്ക്. റോങ് കയറി ഇതുണ്ട്. വണ്ടി അങ്ങോട്ട് പോകത്തില്ല. ഇത്ര ബ്ലോക്കായി. എല്ലാപ്പുറത്തും റോങ് കയറി വന്നേക്കുവാ. ഇവനെ നമ്മൾ കേരള, തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ ട്രാഫിക് നോക്കി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വണ്ടി ഓടിക്കുക ഡാർജിലിംഗിലുണ്ടല്ലോ ഇവനെ. ഡാർജിലിംഗ്, മിസോറാം, സിക്കിം അങ്ങനെ സ്ഥലങ്ങളിൽ നമ്മൾ ബ്ലോക്ക് ആക്കിയതിന് തെറി വിളിക്കുന്നതാ. നമ്മൾ ബ്ലോക്ക് പാലിച്ചല്ലേ ഇവരെ. സത്യം. ബൈക്കുകാരും കാറുകാരൊക്കെ ഇടയ്ക്ക് കയറിയിടാം.